ഹായ് കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അനാമിക പാലിന് വിഷം ചേർത്ത് ദേവയാനി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു കേസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നന്ദു പൊക്കിയെടുത്തോണ്ട് വരികയാണ്. ചീള് കേസുകൾക്കൊന്നും പുറകെ പോകാൻ നന്ദുവിന് നേരമില്ലെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്നെ അനാമികയ്ക്കെതിരെയുള്ള കുറേ തെളിവുകളൊക്കെ കിട്ടുന്നുമുണ്ട്. അത് വെച്ചിട്ട് അനാമികയും വേണുവിനെയും രേവതിയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ജാനകിയും അന്തം വിട്ട് പോവുകയാണ്. ജാനകി മരുമകളെക്കുറിച്ച് ഇത്രയൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെക്കുറിച്ചും ജാനകി ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും ജാനകി ഞെട്ടിപ്പോകുന്നുമുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദു ആണെങ്കിൽ വീട്ടിൽ തന്നെ വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം സ്വന്തം നാട്ടിൽ തന്നെ SA ആയി ജോയിൻ ചെയ്തില്ല. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി കൊടുക്കാന്നുള്ള രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ നമ്മുടെ കനക തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ നായനെയും നവ്യയും അതുപോലെ തന്നെ നന്ദുവും വിളിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ കനകയും നന്ദുവും ഒക്കെ കൂടെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴും എല്ലാ ഫുഡുകളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോലും നമ്മുടെ കനക ഇങ്ങനെ ആലോചിക്കുന്നത്, പാർട്ടിക്ക് എന്തായാലും ആദർശ് വരുമല്ലോ, ആദർശ് വരുമ്പം ഞാൻ എങ്ങനെ ആദർശിൻ്റെ മുഖത്ത് നോക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാ. എനിക്കറിയാവുന്ന ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല. നയനേച്ചിയും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ കനക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുത്തശ്ശനൊക്കെ അംഗീകരിച്ച് ആ കൊച്ചിനെ അവിടെ നിർത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയുകയാണ്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമേ. ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും ആ മുത്തശ്ശനും ഒന്നും അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനെ ശിക്ഷിക്കുക തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ ആദർശേട്ടന് വേണ്ടി ഒരിക്കലും ന്യായീകരിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, മോളെ നന്ദു, നീ ഒരു പോലീസൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാവല്ലോ. ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോള് തന്നെ ഇനി അത് കണ്ടുപിടിക്കുക. ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്നൊക്കെ മോള് കണ്ടുപിടിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുകയാണ്, എൻ്റെ പൊന്നമ്മേ, എനിക്കിതൊന്നും അന്വേഷിക്കാനുള്ള നേരമില്ല. ഇപ്പം തന്നെ അന്വേഷിക്കാൻ ഒരുപാട് കേസുകളുണ്ട്. അതിൻ്റെ കൂടെ ഈ ചീള് കേസുകളൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല. കാരണം ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നറിയാം. പിന്നെന്തിനാണ് ഞാൻ തല പോകാൻ അതിൻ്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, പാർട്ടിക്ക് ആദർശേട്ടൻ വരുമ്പോൾ അമ്മയും അച്ഛനും ഒരു നീരസം കാണിക്കരുതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പാർട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. ആദർശും നയനയും അതുപോലെ തന്നെ അഭിയും നവ്യയും ഒക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ ആണെങ്കിൽ ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആദർശേട്ടൻ തന്നെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പം തന്നെ നയന പറയുന്നുണ്ട്, ആരും ആദർശേട്ടനെ വെറുതെ എങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നവ്യേച്ചി ഒരിക്കലും ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഒരിക്കൽ ഈ പറഞ്ഞതൊക്കെ ഓർത്ത് നവ്യേച്ചി എന്നെ വിഷമിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട്, ഞങ്ങളിൽ പലരും മൗനം നടിക്കുന്നതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ പോലും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അനന്തപുരിയിൽ പലരുടെയും വാ തുറന്നിരുന്നെങ്കിൽ ചേച്ചി ഇപ്പോൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അഭിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അഭി ചിന്തിക്കുന്നുണ്ട്, ഇവളുടെ വർത്താനം കേട്ടിട്ട് ഇവക്കും ഇവനും എന്തൊക്കെയോ അറിയാവുന്ന തോന്നുന്നു, ഇവരെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ നവ്യ അറിയാതിരിക്കാനായിട്ട് ഇവരെ നാടൻ കളിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും അഭി ആ സമയത്ത് തന്നെ നവ്യയുടെ മനസ്സൊന്ന് ഇളക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നവ്യ വീണ്ടും തന്നെ ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആളെ ഈ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലായിരുന്നു നന്ദു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്താ നവ്യേച്ചി നിങ്ങൾ ഈ പറയുന്നത്, ആദർശേട്ടൻ ഒരു തെറ്റുകാരനല്ല. ഞാൻ അറിയുന്ന ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറത്തുമില്ല. ഇപ്പം ഈ ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ ഈ സത്യങ്ങളൊന്നും ഇവർ തുറന്ന് പറയാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, വേറെ എന്ത് കാരണം കൊണ്ടാണ് ഈ തുറന്നു പറയാതിരിക്കുന്നത്? ഇത് ആദർശിന്റെ കുഞ്ഞായതുകൊണ്ട് തന്നെയല്ലേ മുത്തശ്ശനും ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത്? ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞായതുകൊണ്ട് തന്നെയല്ലേ മുത്തശ്ശനും അതിനെ സമ്മതിച്ച് അനന്തപുരി തറവാട്ടിൽ തന്നെ ഇതിനെ വളർത്തുന്നേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കുകയല്ലേ ഉള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അഭിയെ പിന്നെ അനന്തപുരിയുടെ പടി കിടക്കാൻ പോലും സമ്മതിക്കുകയില്ലായിരുന്നല്ലോ. പിന്നെ ഇത് അഭിയുടെ കുഞ്ഞങ്ങാണോ ആയിരുന്നെങ്കിൽ അഭിയെയും ആ കുഞ്ഞിനെയും കൂടെ അവിടെ നിന്ന് ഇറക്കി തന്നെ വിട്ടേനെ. അന്നേരവും അബിയോട് ഈ ഒരു മനസ്സലിവൊന്നും കാണിക്കാതെ തന്നെ എല്ലാവരും അബിയെ ആക്ഷേപിക്കത്തില്ലായിരുന്നോ? അബിയെ കുറ്റക്കാരനാക്കി വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തേനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊന്നും ശരിയായ കാര്യമല്ല നയന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നയനയ്ക്കും ആദർശനും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും നയന പറയുന്നുണ്ട്, ശരി ചേച്ചി, ഈ സംസാരമൊക്കെ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം.
കാരണം നമ്മളിപ്പോൾ ഒരു നല്ല കാര്യത്തിനല്ലേ വന്നേക്കുന്നത്. നമ്മുടെ നന്ദൂട്ടന് ജോലി കിട്ടിയതിൻ്റെ ഒരു പാർട്ടിയല്ലേ ഇവിടെ നടക്കുന്നത്. എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി നമ്മളിവിടെ വന്നപ്പോഴേക്കും ഈ ഒരു കാര്യം ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിടണ്ടാന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, "അപ്പം നിനക്കത് കൊണ്ടുവല്ലേ? ഈ ഒരു കാര്യം ഇവിടെ വെച്ച് പറയണമെന്ന് തന്നെ ഓർത്തോണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്" പറയുകയാണ് ട്ടോ. അഭി എപ്പോൾ നോക്കിയാലും കൊച്ചേക്കാനും അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോലും മറ്റൊരു മാനേജറെ അവിടെ നിയമിച്ച് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും വാച്ച് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും വേറൊരാളെ ആദർശേട്ടനും മുത്തശ്ശനും കൂടെ അവിടെ നിർത്തിയില്ലേ? അപ്പൊ പിന്നെ ഇത് പറയാതിരിക്കാവോ? ഒരു മഹാത്മാവല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് ട്ടോ. അപ്പൊ തന്നെ ആദർശിന് ദേഷ്യം വന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, "എന്നെ എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന് അതുപോലെ സത്യത്തെയും വിശ്വസിക്കുന്ന ആളാണ്. ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം" എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, "ആഹാ അത് കൊള്ളാമല്ലോ. ചന്തുമോളുടെ അച്ഛൻ നിങ്ങളല്ലെങ്കിൽ പിന്നെ വേറെ ആരാ?" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ അച്ഛാന്നും നയനെ അമ്മയെന്നും വിളിച്ച് ആ കൊച്ചിനെ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാണ് ട്ടോ. അനന്തപുരിയിലെ മുത്തശ്ശന്റെ ഏതോ ഒരു കൊച്ചുമകന്റെ കുട്ടിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അനഘ. അല്ലാതെ അനഘ അന്ന് ആദർശെന്ന് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കുറ്റം ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, "അന്ന് അനഘയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോ അത് നിങ്ങളുടെ തന്നെ അല്ലായിരുന്നോ? അതുപോലെ തന്നെ അവിടെ കൂടി നിന്ന അനഘയുടെ ബന്ധുക്കളും പറഞ്ഞു ആദർശ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം. പിന്നെ ഇനിയിപ്പം ഇതിൽ പരം എന്ത് തെളിവാ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. എന്നാലും ആദർശ് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ആദർശ് അപ്പോഴും എതിർത്ത് തന്നെ നിൽക്കുകയാണ്. നവ്യയുടെ വാ അടപ്പിക്കാനായിട്ട് ആദർശം കുറേ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ ഈ വാക്കുതർക്കവും ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, "മോളെ നവ്യേ നീ നിർത്ത്. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സംസാരം വേണ്ടെന്നൊക്കെ പറയുകയാണ്. ആദർശിന്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ പറയട്ടെ. അത് തുറന്നു പറയാത്തിടത്തോളം കാലം നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ. നയനയുടെയും ആദർശിന്റെയും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടെങ്കിലും തുറന്നു പറയണം. അതല്ലാതെ ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അവർ ഏറ്റെടുത്തിട്ട് പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ. അപ്പൊ അവര് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പൊ ഈ ഒരു സത്യങ്ങൾ വിളിച്ചു പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നവ്യേച്ചിക്ക് ഒട്ടും താങ്ങാനും പറ്റില്ല. പിന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അത് ഭയങ്കര ഒരു നാണക്കേടും ആയി പോകും. അതുകൊണ്ട് അവര് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിയൊക്കെ വളരെ നന്നായിട്ട് കഴിയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം നാട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ് നമ്മുടെ നന്ദുവിൻ്റെ മുഖത്തുമുണ്ട്. നന്ദു പറയുന്നുണ്ട്, "എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്നോണ്ട് തന്നെ നോക്കാമല്ലോ" എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, "ദേ നന്ദൂട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു കാര്യം കൂടെ മോൾ അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും ആദർശേട്ടനെ സംശയിക്കുന്നോണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ചന്തുമോളുടെ അച്ഛൻ ആരെങ്കിലും ആകട്ടെ, ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെങ്കിലും ഇനിയിപ്പോൾ ആദർശേട്ടനും നയനേച്ചിയും കൂടെ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ അമ്മേ? അവര് തന്നെ ചന്തുമോളുടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ. അവർക്ക് അതിലൊരു കുഴപ്പവും ഇല്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് എന്താ അമ്മേ കുഴപ്പം? അവര് സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്. അത് മാത്രം നോക്കിയാ പോരെ. എനിക്കല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല" എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നതിൽ അവരെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ സത്യങ്ങളൊക്കെ അവര് സമയമാകുമ്പോൾ തന്നെ വെളിപ്പെടുത്തും. അന്നേരം നമുക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അമ്മേ. പിന്നെന്തിനാ ഇപ്പൊ ഇത്ര ധൃതി കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. പക്ഷേ വേറെ ചില കേസുകളൊക്കെ അനന്തപുരിയിൽ തന്നെ അന്വേഷിക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. മുത്തച്ഛനാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും തന്നെ അന്വേഷിച്ച് തീർക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇത് കേൾക്കുമ്പോഴേക്കും അബിക്ക് ടെൻഷനാവുന്നുണ്ട്. അബി പെട്ടെന്ന് ഓർക്കുന്നത് ജ്വല്ലറിയിലെ ആ ഒരു കേസാണ്. ഇനിയിപ്പം ജ്വല്ലറിയിലെ ആ കേസാണോ ഇവളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് മുത്തശ്ശൻ എന്നിങ്ങനെ അബി ചിന്തിക്കുകയാണ്. അബി ഉടനെ തന്നെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, "അല്ല നന്ദു, ഏത് കേസാ മുത്തശ്ശൻ നന്ദുവിനെ ഏൽപ്പിച്ചേക്കുന്നതെന്ന്" ചോദിക്കാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, "അത് പിന്നെ വേറൊന്നും അല്ല അബിയേട്ടാ, ജ്വല്ലറിയിലെ കാര്യം തന്നെയാണ്. ജ്വല്ലറിയിലെ അന്നത്തെ കേസ് അതങ്ങനെ അന്വേഷണമൊന്നും വേണ്ട വിധത്തിൽ നടക്കാതെ നിന്നുപോയില്ലേ. ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര പോരായിരുന്നു. അയാൾ ഒരു കൈക്കൂലി വീരനായിരുന്നു. അപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കേസ് ഒതുക്കി തീർക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും അന്വേഷണം എത്താത്ത രീതിയിൽ ആ ഫയലുകളൊക്കെ ഇരിക്കുന്നത്. അപ്പം മുത്തച്ഛനും ആദർശേട്ടനും കൂടെ പറഞ്ഞായിരുന്നു, ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു കേസ് നല്ലപോലെ തന്നെ അന്വേഷിച്ച് അതിൽ കുറ്റക്കാരനെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു പാർട്ടി കഴിയുമ്പോഴേക്കും തിരക്കുകളൊക്കെ കഴിയുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ ആ കാര്യങ്ങളും കൂടി അന്വേഷിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അബിക്ക് ഒരു ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആഹാ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചായിരുന്നോ? മുത്തശ്ശൻ ഇവളെ ഏൽപ്പിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാലും അബിയുടെ മനസ്സിൽ ഒരു പേടിയുണ്ട് കേട്ടോ. ഇവൾ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുള്ളൂ. മുഖം നോക്കാതെ തന്നെ അവൾ നടപടി എടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അബി. അപ്പോൾ ആദർശ് ഇങ്ങനെ അബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് അറിയുമ്പോഴേക്കും അബിയുടെ ആ ഒരു പരിഭ്രമവും വെപ്രാളവും ഒക്കെ കാണുമ്പോഴേക്കും ആദർശിന് തോന്നുന്നുണ്ട്,
എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ നന്ദു ആ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അതുപോലെ തന്നെ നന്ദു അനാമികയുടെ കേസിനെ കുറിച്ചിട്ടും അന്വേഷിക്കുന്നുണ്ട്. നന്ദു നയനയോട് പറയുന്നുണ്ട്, ചേച്ചി അനാമികയുടെ അച്ഛനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനാമികയുടെ അച്ഛൻ വേണു അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ചേച്ചി, ആളൊരു ഫ്രോഡാണ്. പല കേസുകളും നമ്മുടെ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. കുറേ അധികം കേസുകളുണ്ട്. പണം തട്ടിക്കലും ആൾമാറാട്ടം നടത്തുകയും കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത കേസുകളാ മുഴുവനും. വേണു ആകെ മൊത്തത്തിലൊരു ഫ്രോഡാ ചേച്ചി. അതുകൊണ്ട് അനാമികയും കുടുംബക്കാരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടെത്തി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ഇത് ആദർശേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു മോളെ. അനിയുടെയും അനാമികയുടെയും വിവാഹത്തിനിടയ്ക്ക് തന്നെ അവിടെ ഒരു പലിശക്കാരൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നും അനാമികയുടെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആൾ തന്നെയാണെന്നും അവിടെ വന്ന് വിവാഹം മുടക്കാനാണ് ശ്രമിച്ചതെന്നും ആദർശേട്ടൻ ഇടപെട്ടാണ് അയാളെ പറഞ്ഞു വിട്ടതെന്നും പണം ഞങ്ങൾ തന്നോളാം എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കി വിട്ടത് ആദർശേട്ടനാന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ആ വിവാഹം നടന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇതിലൊക്കെ എന്തെയോ തരികിടകളുണ്ട്, പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അനാമികയുടെ അച്ഛനും അമ്മയും അത്ര സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിൻ്റെയും പിന്നിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ സത്യമാണെന്നാണല്ലോ മോളെ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണെന്ന് തോന്നലല്ല ചേച്ചി, അതൊക്കെ ശരിക്കും സത്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മലേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നോ പണവുമായിട്ട് വന്ന് കോടീശ്വരരായിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല അനാമികയുടെ അച്ഛൻ വേണും രേവതിയൊക്കെ. അവരൊക്കെ വെറും ഫ്രോഡുകളാണ്. അവിടുന്ന് ഇവിടുന്ന് പലിശയ്ക്കൊക്കെ പണം മേടിച്ചിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആൾമാറാട്ടം നടത്തി ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരൊക്കെയാ ഇവര്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ആഡംബരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ താമസിക്കുന്ന വീടോ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന ആ വണ്ടിയോ ഒന്നും അവരുടെ സ്വന്തമല്ല. തൽക്കാലത്തേക്ക് വാടകയ്ക്കൊക്കെ എടുത്താണ് എല്ലാവരുടെ മുമ്പിൽ പൊങ്ങച്ചോ ആഡംബരമൊക്കെ കാണിച്ചിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു. അപ്പം നയന പറയുന്നുണ്ട്, ചിലപ്പോൾ അത് ശരിയായിരിക്കും മോളെ. അനി എപ്പോഴും പറയാറുണ്ട്, അനാമികയുടെ വിവാഹശേഷം ഒരു കാറ് അവന് സമ്മാനമായിട്ട് വേണു രേവതിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കാർ അവിടെ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പൊങ്ങച്ചെന്നറിയാവോ? നയന പറയുന്നുണ്ട്, എല്ലാവരുടെ മുമ്പിൽ കാണിക്കുകയും ഞങ്ങളെ വിളിച്ച് അപമാനിക്കുകയും ഒക്കെ ചെയ്താണ്. ഇതുപോലെ ഒരു കാറ് ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യോച്ചയോടും എന്നോടും പറഞ്ഞതാണ്. നമ്മുടെ അച്ഛനും അമ്മയും കുത്തിപ്പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത് സംസാരിച്ചതാ. അവളുടെ അച്ഛനും അമ്മയും കൊണ്ടു കൊടുത്ത കാറാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാർ അവിടുന്ന് കൊണ്ടുവന്നു. പിറ്റേ ദിവസം തന്നെ ആ കാർ അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. അനിയും അത് തന്നെയാ എപ്പോഴും പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് മറ്റാരുടെയോ കാറായിരുന്നുവെന്നും വേറെ ആരും അത് കൊണ്ടുപോകുന്നത് കണ്ടുവെന്നും പറയുന്നുണ്ടവൻ. വർക്ക്ഷോപ്പിൽ പണിക്ക് കൊടുത്തിരിക്കുകയെന്നൊക്കെയല്ലേ പറയുന്നത് കേട്ടെ. എന്നാൽ അത് ഇത്രയും നാളായിട്ട് തിരിച്ചും കൊണ്ടുവന്നിട്ടില്ല. അനാമികയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതിലൊക്കെ എന്തൊക്കെയോ തരികിടയുണ്ട് മോളെ. അവരത് വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്നതാണോന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, അത് മാത്രമല്ല ചേച്ചി, അവിടുന്ന് സ്വർണം കാണാതെ പോയപ്പോഴേ അത് മുഴുവൻ ചേച്ചി എടുത്തു എന്ന് പറഞ്ഞല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവര്. എന്തുമാത്രം ബഹളമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അനന്തപുരിയിലെ സ്വർണം കട്ടത് ഗോവിന്ദന്റെ മകൾ നയനയാണെന്നും പറഞ്ഞ് അവരെന്തൊക്കെ കളിച്ചു. പക്ഷെ അതിലും ഈ അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയൊക്കെ ഒരു കളി നടന്നിട്ടുണ്ട്. അതുപോലെ പാലിൽ വിഷം ചേർത്ത് വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസും ചേച്ചിക്ക് അറിയാവുന്ന തന്നെയല്ലേ. ആദർശേട്ടൻ്റെ അമ്മ ആ പാലെടുത്ത് കുടിച്ചെങ്കിലും അത് നവ്യേച്ചിയും നവ്യേച്ചിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഒപ്പിച്ച് വെച്ച പണി തന്നെയായിരുന്നു. അതും അവളും അവളുടെ അമ്മയും അച്ഛനും കൂടെ തന്നെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരാണെന്നുള്ളതിൽ ഒരു സംശയമില്ല ചേച്ചി. പക്ഷേ ഇതൊക്കെ മുൻനിർത്തി അവരെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ തെളിവും കൂടെ നമ്മുടെ കയ്യിൽ വേണം. ഇനി കുറച്ച് തെളിവും കൂടെ എനിക്ക് കിട്ടാനുണ്ട്. ആ തെളിവുകളെല്ലാം ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പൂട്ടിയിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല. അത്രത്തോളം അവൾ എന്നെ, എൻ്റെ അച്ഛനെ, അമ്മയെ, എൻ്റെ ചേച്ചിമാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു തിരിച്ചടി ഞാൻ എന്തായാലും കൊടുത്തിരിക്കും എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. നയന പറയുകയാണ്, മോളെ നിനക്ക് അവളോടുള്ള വൈരാഗ്യത്തിൽ നീ കള്ളക്കേസ് ഉണ്ടാക്കിയതെന്നേ അവള് പറയുള്ളൂ. അനിയും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാവില്ല മോളെ. നീ അനിയെ സ്വന്തമാക്കാനായിട്ട് ഇങ്ങനൊരു കേസ് കെട്ടിച്ചമച്ചാന്ന് വരെ അവള് പറയും. അങ്ങനെ പറഞ്ഞാ നീ എന്ത് മറുപടി പറയും മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഒന്ന് പോ ചേച്ചി, അവൾ ഇനി എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഈ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അന്വേഷണം നടത്തും. ഇപ്പൊ തന്നെ അനന്തപുരിയിൽ നിന്ന് കിട്ടിയ പരാതി അല്ലാതെ തന്നെ ആ വേണുവിനെതിരെ കുറച്ച് പരാതികളും കൂടിയുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വരുമ്പോഴേക്കും മറ്റു പലതിനുള്ള ഉത്തരങ്ങൾ കൂടി നമുക്ക് കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ അത് വേണോ മോളെ, അങ്ങനെ നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചേച്ചി, ശത്രുക്കളുടെ എണ്ണം കൂടിയാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടി എന്തൊക്കെ തെറ്റുകളാണ് ചെയ്ത് കൂട്ടിയേക്കുന്നത്. എന്നെ കൊല്ലം വരെ കൊട്ടേഷൻ കൊടുത്തതാ. ചേച്ചി അതൊക്കെ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ട്രെയിനിങ് ക്യാമ്പിൽ പോയിട്ടോ, അവിടെ പോലും അയാൾ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. ആ ട്രെയിനറെ കൊണ്ട് എന്തുമാത്രം എന്നെ ഉപദ്രവിപ്പിച്ചു.
അതുപോലെ പല പ്രാവശ്യം അവൾക്ക് കിട്ടുന്ന ചാൻസ് ഒന്നും തന്നെ അവൾ പാഴാക്കാതെ നമ്മളിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. അനാമികയുടെ അമ്മയും അച്ഛനും അവർ മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. പോരാത്തതിനും നവ്യേച്ചിയും നയനേച്ചിയും അവർ ഉപദ്രവിക്കുന്നില്ലേ, അതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അനാമയ്ക്ക് പണി കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ നന്ദു. അനാമികയാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും വേണു രേവതിയും പറയുന്നുണ്ട്, എന്താ പോലെ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ആ നന്ദു ഇല്ലേ അച്ഛാ, അവൾ എസ് ആയിട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്തില്ലേ, അതിൻ്റെ സന്തോഷത്തിൽ അവൾ എല്ലാവർക്കും പാർട്ടി കൊടുക്കുവാണത്രേ, അതും അവളുടെ വീട്ടിൽ വെച്ച് തന്നെ. അതുകൊണ്ട് അവിടെയുള്ള കുറേ എണ്ണങ്ങൾ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവളുടെ കൂട്ടുകാരുമുണ്ട്, അതിൽ അനിയും കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, അനിയെ നിനക്ക് തടയാൻ പാടില്ലായിരുന്നോ മോളെ എന്ന്. ഞാൻ എങ്ങനെ തടയാനാ അച്ഛാ, അവനോട് പറഞ്ഞാൽ അവൻ കേൾക്കണ്ടേ. ആ പോട്ടെ, പോയി ആസ്വദിക്കട്ടെ, എനിക്കിപ്പോൾ എന്താ. അവരെല്ലാം അങ്ങോട്ട് പോയപ്പോഴേക്കും എനിക്ക് അവിടെ ഇരുന്നിട്ട് എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല അച്ഛാ, നമ്മൾ ഒന്നിനൊന്ന് തോറ്റു പോവുകയാണല്ലോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല, എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കാണുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ അവളിപ്പോൾ എസ് ആയി, ഇനിയിപ്പോൾ നമ്മുടെ കളികളൊന്നും നടക്കും തോന്നുന്നില്ല. എനിക്ക് അത് ഓർത്തിട്ടാ ടെൻഷൻ. ഒരു കാരണവശാലും ഇവളെ എസ് ആകരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു, പക്ഷെ അവൾ എസ് ആയി, നാട്ടിൽ തന്നെ പോസ്റ്റിങ്ങും കിട്ടി. എൻ്റെ പേരിൽ എത്ര കേസ് ഈ സ്റ്റേഷനിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. അതെല്ലാം ഇങ്ങനെ തള്ളിത്തള്ളി വിടുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നന്ദു വന്ന സ്ഥിതിക്ക് അവൾ അതെല്ലാം ചേകഞ്ഞെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം അനാമികയും പറയുന്നുണ്ട്, അതൊക്കെ ആലോചിക്കുമ്പോഴാണ് അച്ഛാ എനിക്കും പേടി. അച്ഛൻ്റെ പേരിൽ എത്ര കേസുകളാണ് കിടക്കുന്നത്, അതെല്ലാം അവൾ സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങിയാൽ മതി. അച്ഛനെ അവൾ പെട്ടെന്ന് തന്നെ അകത്താക്കുകയും ചെയ്യും. ഇനി ഉണ്ടേം തിന്ന് ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഞാനെങ്ങനെ അനന്തപുരി പോയി ജീവിക്കുമെന്നാണ് ഞാൻ ഓർക്കുന്നേ. ഞാനെങ്ങനെ അനന്തപുരിയിലോട്ട് കയറി ചെല്ലും. ഈ വിവരങ്ങളൊക്കെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിൽ നിന്ന് ആ കിളവൻ എന്നെ പുറത്താക്കും. നമ്മൾ കള്ളത്തരം പറഞ്ഞല്ലേ അവിടെ കയറി കൂടിയത്. കോടികളുടെ സ്വത്തും അന്തസ്സും ആഭിജാത്യവും ഒക്കെ പറഞ്ഞിട്ടല്ലേ അനിയെ വിവാഹം കഴിച്ചത്. ഇതൊന്നും ഇല്ലാത്ത വെറും തട്ടിപ്പുകാരാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കിളവൻ അവിടെ എന്നെ വെച്ചേക്കത്ത് പോലുമില്ല. ആട്ടി ഇറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും രേവതി പറയുകയാണ്, ശരിയാ, എനിക്കത് ഓർക്കുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല മോളെ. ഇനി ഇവിടെ നിന്നാണ് നാട് വിട്ട് പോയാലെന്ന് വരെ ഞാൻ ആലോചിക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ. വേണു പറയുന്നുണ്ട്, എടി രേവതി, നീ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറയാതെ. നമ്മൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, അതുപോലെ തന്നെ നമ്മുടെ മോളെ കൊണ്ട് അനിയെ എന്തിനാണോ വിവാഹം കഴിപ്പിച്ചത്, അത് സാധിക്കാതെ നമ്മൾ പോയാൽ നമ്മൾ തോറ്റെന്നല്ലേ അർത്ഥം. പിന്നെ ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതിൽ വല്ല അർത്ഥമുണ്ടോ രേവതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ വേണു. എല്ലാം ശരിയാണ്, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാണ് നിങ്ങളീ പറയുന്നത്. ഈ ഇപ്പം തന്നെ തെളിയാതെ കിടക്കുന്ന ഈ കേസുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആ നന്ദു എന്ന് പറയുന്നവളെ എല്ലാം തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അവളെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവൾ ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ മോളെ എന്നിങ്ങനെ വേണു പറയുന്നുണ്ട്. ഞാൻ എൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം നടത്തിയപ്പോഴേക്കും അവൾ എനിക്കെതിരെയുള്ള എല്ലാ കേസുകളും ചെകഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ അവൾ അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. ഇനി കുറച്ച് തെളിവുകളും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇരുട്ടടി തന്ന് വീഴ്ത്തിയവളല്ലേ അവള്. ഇനി എങ്ങനെ അറസ്റ്റ് ചെയ്ത് എന്നെ ലോക്കപ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മനുഷ്യ, എന്നെ അറസ്റ്റ് ചെയ്യുമോ? അന്നാണെങ്കിൽ അനന്തപുരി വെച്ച് പാലിൽ വിഷം ചേർത്ത ഞാനെന്തേ ഇവളും കൂടെ ചേർന്നിട്ടാ. അതാ നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ അറിയാം. അവൾ പറഞ്ഞു കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കുമോ, കൊലക്കുറ്റത്തിന് ഇനി നമ്മൾ അകത്ത് കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കാണ് കേട്ടോ. വേണു പറയുന്നുണ്ട്, അതിലൊരു സംശയം വേണ്ട, പിടിച്ചാൽ നമ്മൾ കൊലക്കുറ്റത്തിൽ തന്നെ അകത്ത് പോവും. പുറത്തിറങ്ങിയാൽ ഇറങ്ങിയെന്ന് പറയാം, ഇറങ്ങണമെന്നൊന്നുമില്ല. ആ ദേവയാനിയും നമുക്കെതിരെ മൊഴി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാന്ന് പറയാൻ കേട്ടോ വേണു. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ നിൻ്റെ അമ്മായിമ്മയെ ഒന്ന് സോപ്പിട്ട് കുറച്ച് സ്വത്തെങ്കിലും നമുക്ക് എഴുതി വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു പിടി വേണ്ട മോളെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ അനാമികയോട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പിന്നെ അവരെ സോപ്പിട്ട് ആ കുന്തം കിട്ടും. ആ കിളവനും കിളവിയും മനസ്സ് വെച്ചാലേ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കിട്ടുകയുള്ളൂ. എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ ഒരു കിണ്ടിയുമില്ല. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അല്ല മോളെ, നിൻ്റെ അമ്മായിമ്മയുടെ കയ്യിലും കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട്. തൽക്കാലം അനി നിനക്കൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞ് അവരെ സോപ്പിട്ട് നമുക്കതങ്ങ് എഴുതി മേടിക്കാം. അതിനുശേഷം നിനക്ക് അവിടെ ഒരു പിടുത്തം ആകുമല്ലോ മോളെ. കരഞ്ഞോ കാല് പിടിച്ചോ എങ്ങനെയെങ്കിലും നീ അത് സാധിക്കണം മോളെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കരയാനോ അവരുടെ കാല് പിടിക്കാനോ സഹായം ചോദിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, അതിനൊക്കെ വേറെ രീതികളുണ്ട്, അത് ഞാൻ മോൾക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഞാനും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരാം.
അവരെ വന്നൊന്ന് സോപ്പിട്ട് നിന്ന് നോക്കാം. എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമോ നോക്കട്ടെ. നീയും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റൂന്ന് പറയുകയാണ് കേട്ടോ വേണു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേണുവും രേവതിയൊക്കെ കൂടെ അണിഞ്ഞൊരുങ്ങി ആനന്ദപുരിയിലോട്ട് ചെല്ലുകയാണ്. ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ജലജയ്ക്കും ജാനകിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും 3 പേർക്കും കൂടെ പട്ടുസാരികളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതൊക്കെ ആയിട്ട് അവരങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവരങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കാണുമ്പോഴേക്കും തന്നെ ജാനകി ഉടനെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ അനാമികയെ, ദേ മോളുടെ അച്ഛനും അമ്മയും വന്നേക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തോടെ അവരെ ഹാളിലേക്ക് വിളിച്ചിരുത്തുകയാണ് കേട്ടോ ജാനകി. അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഇവർ സാരിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ആഹാ, ഇതെന്താ കയ്യിൽ, രണ്ടുപേരുടെയും കയ്യിൽ കൂടൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അനാമിക മോക്കുള്ളതാണോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അനാമിക മോക്കല്ല ഞങ്ങൾ ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്, ജാനകിക്ക് വേണ്ടിയിട്ടാന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്കോ, അതെന്താ ഇപ്പൊ ഒരു ഗിഫ്റ്റ് അന അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് എനിക്ക് മോക്ക് ഓരോ സാരി എടുക്കാനായിട്ട് കടയിൽ കയറിയതാ. ആ സമയത്ത് ജാനകിക്ക് ചേരുന്ന 1-2 സാരി കണ്ടു, അത് ഞാൻ അങ്ങ് വാങ്ങി. നല്ല വിലയുള്ള പട്ടുസാരിയാ, നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എടുത്ത് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നോക്കിക്കേ ഈ കളർ ജാനകിക്ക് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് 2-3 സാരി മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പം അനാമിക മോക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജാനകിക്കും ജലജയ്ക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരണ്ടേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ കാണിച്ചേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സാരി മേടിച്ച് നോക്കിയാണ് കേട്ടോ. നോക്കുമ്പോഴേക്കും അത് നല്ല സാരിയൊക്കെയാണ് കേട്ടോ. കാണുമ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് അങ്ങ് ഇച്ചിരി പൊങ്ങച്ചൊക്കെ കൂടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി ഉടനെ അനാമികയുടെ അച്ഛനും അമ്മയും പൊക്കി പറയുകയാണ്, മോക്ക് ഒരു സാരി മേടിച്ചോണ്ട് വരാൻ തോന്നിയപ്പോൾ തന്നെ മോളുടെ അമ്മായിയമ്മയ്ക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കും ഒരു സാരി മേടിക്കാൻ അവർ മറന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ജലജയെ കാണുമ്പോഴേക്കും ജലജയ്ക്കും തന്നെ 2 സാരി കൊടുക്കുകയാണ് കേട്ടോ. ജലജയ്ക്കും സാരി കിട്ടുമ്പോഴേക്കും ജലജ അങ്ങ് ഭയങ്കര ഹാപ്പി ആവുകയാണ്. ജലജ ഉടനെ നയന കേൾക്കാൻ വേണ്ടിയിട്ട് നവ്യെ കുത്തി പറയുകയാണ് കേട്ടോ. കണ്ടില്ലേ ഒരു മരുമകളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത്, സ്വന്തം മോക്ക് സാരി മേടിച്ചപ്പം ഞങ്ങൾക്കും കൂടെ സാരി മേടിച്ചോണ്ട് വന്ന് കണ്ടോ, അതൊക്കെയാ സ്നേഹം. വേറെ 2 ഇവിടെ ഉണ്ടല്ലോ, അവരുടെ അച്ഛനും അമ്മയും വരും ദരിദ്രവാസികളെ പോലെ, കയ്യിലൊരു സാധനവും ഇല്ലാതെ. ഇങ്ങനെ വേണം മകളെ കെട്ടിച്ച് വിട്ടിടത്തോട്ട് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി പറയുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ജലജയ്ക്കൊപ്പം തന്നെ നമ്മുടെ ജാനകി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ നയനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കേട്ടോ. അതേ സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ ഈ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് എല്ലാം റെഡിയായിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവരവിടെ ഇല്ല, അനന്തപുരിയിലോട്ട് വന്നു എന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ നന്ദു നേരെ അനന്തപുരിയിലോട്ട് തന്നെ വരികയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ രേവതി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് സ്വത്തുക്കളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ജാനകിയോട് പറയുന്നുണ്ട്, എൻ്റെ മോക്കും കൂടെ എന്തെങ്കിലും കൊടുക്കണേ, അവരുടെ കയ്യിൽ നിന്ന് എന്തായാലും എൻ്റെ മോക്ക് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, രേവതി അതെന്ത് വർത്താനമാ രേവതി നീ പറയുന്നത്, എനിക്കുള്ളതെല്ലാം എൻ്റെ മോക്കുള്ളതല്ലേ, ഞാൻ എല്ലാം അവൾക്ക് എഴുതി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് വണ്ടി വരുന്നത്. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്താ മോൾ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അത് പിന്നെ മുത്തശ്ശ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിപ്പം അത്യാവശ്യമായിട്ട് 1-2 കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിലകപ്പെട്ടിരിക്കുന്ന ചില ഫ്രോഡുകൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ അതാരാ, ഈ വീട്ടിലുള്ളവരാണോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ദേ ഈ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവർ ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ചില്ലറയല്ല. സ്റ്റേഷനിലാണെങ്കിൽ ഈ വേണുവിനെതിരെ ഒരുപാട് കേസുകളുണ്ട്. ആ ഫ്രോഡ് കേസുകളിലൊക്കെ വേണുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്കും പറ്റില്ല, മുഖം നോക്കി നടപടി എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേണുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അനാമിക ചെയ്തു കൂട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൊക്കെ കുറച്ച് തെളിവുകൾ കൂടി എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഇവർ 3 പേരും ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. അതുപോലെ വേണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ജാനകിക്കാണെങ്കിൽ ഒരക്ഷരം മിണ്ടാനില്ല. ജാനകി ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കി നിൽക്കുകയാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ. ജലജയും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ജലജയുടെ മനസ്സിലുമാണെങ്കിലും ഒരു ചെറിയ സന്തോഷം തന്നെയാണ്. കാരണം ജലജയ്ക്ക് സ്വന്തം മോൻ മാത്രമേ നന്നാകാവൂ എന്നുള്ളൊരു ചിന്തയുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി ആരും എങ്ങനെ പോയാലും ജലജയ്ക്ക് അത് സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ